ഇറാന്റെ ചടുലമായ മിസൈൽ നീക്കങ്ങളെയും ചാവേർ ഡ്രോണുകളെയും നേരിടാൻ കടലിന്റെ മധ്യത്തിൽ അമേരിക്ക ഒരുക്കിയിരിക്കുന്ന ആ അത്ഭുത ആയുധത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നാം ഇന്ന് കടക്കുന്നത്. ഒരു സയൻസ് ഫിക്ഷൻ സിനിമയെ വെല്ലുന്ന സാങ്കേതിക വിദ്യയുമായി USS ജോർജ് H.W. ബുഷ് എന്ന വിമാനവാഹിനി കപ്പലിന് കാവൽ നിൽക്കുന്ന ആ വജ്രായുധത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇറാൻ യുദ്ധത്തിന്റെ 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പേർഷ്യൻ കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ സൂപ്പർ കാരിയറായ USS ജോർജ് H.W. ബുഷിന് ചുറ്റും ഒരു ബഹുതല സുരക്ഷാ കവചമുണ്ട്. ഡിസ്ട്രോയറുകളും ഫൈറ്റർ ജെറ്റുകളും റഡാർ വലയങ്ങളും കാവൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇതിനെയെല്ലാം വെട്ടിച്ച് ഒരു ഹൈപ്പർസോണിക് മിസൈലോ അല്ലെങ്കിൽ ഇറാന്റെ വിനാശകാരിയായ ഷാഹദ് ഡ്രോണോ കപ്പലിന്റെ തൊട്ടടുത്തെത്തിയാൽ എന്ത് സംഭവിക്കും? അവിടെയാണ് അമേരിക്കയുടെ ആത്യന്തിക രക്ഷാധികാരിയായ ഫലാൻസ് ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റം അഥവാ CIWS ഉണരുന്നത്. കപ്പലിന്റെ ഡെക്കിനരികിൽ ബോൾട്ട് ചെയ്തിരിക്കുന്ന ഒരു വലിയ വെളുത്ത R2-D2 റോബോട്ടിനെ പോലെ തോന്നിക്കുന്ന ഈ രൂപം വെറുമൊരു യന്ത്രമല്ല, മറിച്ച് ശത്രുവിന്റെ മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ ബാഷ്പീകരിച്ച് കളയുന്ന ഒരു ഭീകര ആയുധമാണ്. ഈ വെളുത്ത താഴികക്കുടത്തിന് മുകളിലുള്ളത് അതീവ നൂതനമായ 2 ആന്റിന റഡാർ സിസ്റ്റങ്ങളാണ്. മുകളിലുള്ള ഭാഗം ആകാശത്ത് വരുന്ന ഭീഷണികളെ തുടർച്ചയായി തിരയുമ്പോൾ താഴെയുള്ള ഭാഗം വരുന്ന മിസൈലിന്റെ കൃത്യമായ പാത സെക്കൻഡുകളുടെ 1000-1 സമയം കൊണ്ട് അഥവാ മില്ലി സെക്കൻഡ് കൊണ്ട് ട്രാക്ക് ചെയ്ത് ലോക്ക് ചെയ്യുന്നു. ഈ റഡാർ ഡോമിന് തൊട്ടു താഴെയാണ് യഥാർത്ഥ മരണം ഒളിഞ്ഞിരിക്കുന്നത്. ഒരു 20 mm M61A1 വൾക്കൻ ഗാറ്റ്ലിംഗ് തോക്ക്. മിനിറ്റിൽ 4500 റൗണ്ട് വെടിയുണ്ടകൾ പായിക്കാൻ ശേഷിയുള്ള 6 ബാരലുകളുള്ള ഈ റോട്ടറി പീരങ്കി വെടിയുതിർക്കുമ്പോൾ ഒരു സാധാരണ മെഷീൻ ഗണ്ണിന്റെ ശബ്ദമല്ല കേൾക്കുക, മറിച്ച് ഭയാനകമായ ഒരു മെക്കാനിക്കൽ ശബ്ദത്തോടെ ആകാശത്തേക്ക് ലോഹ കഷ്ണങ്ങളുടെ ഒരു വൻമതിൽ തന്നെ ഇത് തീർക്കുന്നു. ശത്രുവിന് മുന്നിൽ ഒരു സെക്കൻഡ് പോലും ആയുസ് നൽകാത്ത വിധം ആ പ്രദേശം വെടിയുണ്ടകൾ കൊണ്ട് ഇത് നിറയ്ക്കും. ഫലാൻസ്കിന്റെ ഏറ്റവും ഭയാനകമായ സവിശേഷത ഇത് പ്രവർത്തിപ്പിക്കാൻ ഒരു മനുഷ്യനും ട്രിഗർ വലിക്കേണ്ടതില്ല എന്നതാണ്. മാക് 3 വേഗതയിൽ അഥവാ ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗതയിൽ പാഞ്ഞു വരുന്ന ഇറാന്റെ ഒരു മിസൈലിനെ നേരിടാൻ മനുഷ്യന്റെ പ്രതികരണ സമയം പോരാതെ വരും. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം ഓട്ടോണമസ് മോഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ തനിയെ അതിന്റെ ലക്ഷ്യങ്ങൾ കണ്ടെത്തുകയും ഇല്ലാതാക്കുകയും ചെയ്യും. കപ്പലിലെ ജീവനക്കാർ ആക്രമിക്കപ്പെട്ടുവെന്ന് തിരിച്ചറിയുന്നതിന് മുൻപേ ശത്രുവിന്റെ മിസൈലിനെ ഇത് ചാരമാക്കിയിട്ടുണ്ടാവും. ഈ ഗാറ്റ്ലിംഗ് തോക്ക് വെടിവെക്കുന്നത് സാധാരണ വെടിയുണ്ടകളല്ല, മറിച്ച് അതീവ ഭാരമേറിയ 20 mm ടങ്സ്റ്റർ ആർമർ പിയേഴ്സിംഗ് പെനട്രേറ്റുകളാണ്. പാഞ്ഞു വരുന്ന മിസൈലിന്റെ തലപ്പിലേക്ക് അഥവാ വാർഹെഡിലേക്ക് തുളച്ചു കയറി അതിനെ വായുവിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. കപ്പലിന്റെ പുറംതോട് തൊടുന്നതിന് മുൻപേ ഏതൊരു വിനാശകാരിയായ പേലോടും ബാഷ്പീകരിക്കപ്പെടും. ഇറാന്റെ നാവിക തന്ത്രങ്ങൾ പ്രധാനമായും കൂട്ടം ചേർന്നുള്ള ആക്രമണങ്ങൾ അഥവാ സ്വാം ടാക്ടിക്സ് അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒരേ സമയം തന്നെ ഡസൻ കണക്കിന് ചെറിയ സ്പീഡ് ബോട്ടുകളോ കാമിക്കേസ് ഡ്രോണുകളോ ഉപയോഗിച്ച് വലിയ കപ്പലുകളെ വലയം ചെയ്യുന്ന ഒരു രീതിയാണിത്. എന്നാൽ USS ജോർജ് ബുഷിലെ ആധുനിക ഫലാൻസ്ക് അഥവാ ബ്ലോക്ക് 1D വേരിയന്റ് ഇതിനെ നേരിടാൻ സജ്ജമാണ്. ഇതിലൂടെ വികസിപ്പിച്ചെടുത്ത ഇൻഫ്രാറെഡ് അഥവാ FLIR സെൻസറുകൾ ഉപയോഗിച്ച് ജലനിരപ്പിലൂടെ പാഞ്ഞുവരുന്ന ഇറാന്റെ IRGC സ്പീഡ് ബോട്ടുകളെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കണ്ടെത്താനും കഷ്ണങ്ങളായി നുറുക്കാനും ഇതിന് കഴിയും. ഒരു കപ്പലിന്റെ ഒരു നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ വരുന്ന ഏതൊരു ഭീഷണിയും ഈ പിശാചിന്റെ മുന്നിൽ അവസാനിക്കും. എങ്കിലും ഫലാൻസ്ക് വെടിയുതിർക്കാൻ തുടങ്ങുന്നു എന്നതിനർത്ഥം കപ്പൽ വലിയൊരു അപകടത്തിന്റെ മുനമ്പിലാണെന്നാണ്. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന 6000 നാവികർ കഴിയുന്ന ഒരു ആണവ സൂപ്പർ കാരിയറിനെ നശിപ്പിക്കാൻ ശത്രുവിന്റെ മിസൈൽ വെറും നിമിഷങ്ങൾ മാത്രം അകലെയാണെന്നതിന്റെ അവസാന അപായ സൂചനയാണിത്. ഇറാന്റെ ഓരോ നീക്കത്തെയും അതിശക്തമായി നേരിടാൻ അമേരിക്ക ഈ യാന്ത്രിക രക്ഷാധികാരിയെ ആശ്രയിക്കുമ്പോൾ മറുവശത്ത് തങ്ങളുടെ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് അമേരിക്കൻ മേധാവിത്വത്തെ വെല്ലുവിളിക്കാൻ ഇറാൻ നടത്തുന്ന നീക്കങ്ങളും ലോകം ഉറ്റുനോക്കുന്നുണ്ട്. തങ്ങൾക്കെതിരെ വരുന്ന ഏത് വലിയ ശക്തിയെയും പ്രതിരോധിക്കാൻ ഇറാൻ നടത്തുന്ന പോരാട്ട വീര്യത്തിന് മുന്നിൽ ഇത്രയും വലിയ ആയുധ സജ്ജീകരണങ്ങൾ അമേരിക്കയ്ക്ക് നടത്തേണ്ടി വരുന്നു എന്നത് തന്നെ ഇറാന്റെ ശക്തിയുടെ അടയാളമാണ്. ആധുനിക യുദ്ധമുഖത്ത് മനുഷ്യനേക്കാൾ വേഗത്തിൽ യന്ത്രങ്ങൾ സംസാരിക്കുന്ന കാഴ്ചയാണ് USS ജോർജ് H.W. ബുഷിലെ ഈ ഗാറ്റ്ലിംഗ് ഗൺ നമുക്ക് കാട്ടിത്തരുന്നത്. ഒരു മില്ലി സെക്കൻഡ് പോലും വൈകാതെ ലക്ഷ്യം തകർക്കുന്ന ഈ ആയുധം അമേരിക്കയുടെ അഹങ്കാരമായി മാറുമ്പോൾ അതിനെപ്പോലും വെല്ലുവിളിക്കുന്ന ഇറാന്റെ ചടുലമായ യുദ്ധതന്ത്രങ്ങൾ പശ്ചിമേഷ്യയെ ഒരു പരീക്ഷണശാലയാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ. 6000 ജീവനുകളെ കാക്കുന്ന ഈ വെളുത്ത താഴികക്കുടം ഉണർന്നു പ്രവർത്തിച്ചാൽ പിന്നെ ആകാശത്ത് തീഗോള
കമ്പോളങ്ങൾ മാത്രമേ ബാക്കിയുണ്ടാവൂ. യുദ്ധക്കൊതിയും സാങ്കേതിക വിദ്യയും കൈകോർക്കുമ്പോൾ തോറ്റുപോകാറുള്ളത് മാനവികതയാണെങ്കിലും ആയുധങ്ങളുടെ ഈ പടയൊരുക്കം പശ്ചിമേഷ്യൻ മണ്ണിൽ ഭീതിയുടെ പുതിയ അധ്യായങ്ങൾ രചിക്കുമെന്നതാണ് വാസ്തവം. ഇറാന്റെ പ്രതിരോധത്തെ തകർക്കാൻ അമേരിക്ക ഇത്തരം പിശാചുക്കളെ കാവൽ നിർത്തുമ്പോൾ വിജയിക്കുന്നത് ആരെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.